വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 15, 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പാരമ്പര്യത്തെക്കുറിച്ച് തർക്കം. അനന്തരം ജെറൂസലേമിൽ നിന്ന് ഫരിസേയരും നിയമജ്ഞരും യേശുവിന്റെ അടുത്തു വന്ന് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നതെന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് അവർ കൈ കഴുകുന്നില്ലല്ലോ. അവൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നതെന്തുകൊണ്ട്? പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നു, ആരെങ്കിലും എന്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന്. ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. കപടനാട്യക്കാരെ, യേശയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ആത്മീയതയും പദാത്മകതയും യേശു ദർശനത്തിൽ. യഥാർത്ഥത്തിലുള്ള ആത്മീയതയുടെയും മതാത്മകതയുടെയും തനിമയും വ്യത്യാസവും മനസ്സിലാക്കാൻ ആകാത്ത മനുഷ്യ മനസ്സുകളിൽ പൊങ്ങിവരുന്ന ചില ജൽപ്പന്നങ്ങളുടെ പരാമർശങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനാവുന്നതാണ്. തങ്ങൾ ആത്മീയവാദികളാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു കൂട്ടരാണ് ഫരീസയർ. എന്നാൽ തങ്ങൾ നിയമദാതാക്കളാണ് എന്ന് അവകാശപ്പെടുന്ന മറ്റൊരു കൂട്ടരാണ് നിയമപണ്ഡിതർ. ഇവർ രണ്ടു കൂട്ടരും പരസ്പരം എതിർപ്പിലെ ജീവിക്കുന്ന ഒരു പ്രകൃതിയാണ്. എന്നാൽ പരസ്പരം വിരോധികളായ ഇവർ രണ്ടുപേരും യേശുവിനെതിരായിട്ട് നീങ്ങുന്ന ആ നീക്കത്തിൽ യോജിക്കാനിടവരുന്നു. അങ്ങനെ യോജിപ്പോടുകൂടി ജെറൂസലത്തിൽ നിന്ന് ഫരീസയരും നിയമപണ്ഡിതരും അടങ്ങുന്ന ഒരു കൂട്ടം യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനോടായി ചില ചോദ്യങ്ങൾ ചോദിച്ച് യേശുവിന്റെ പഠനങ്ങള് തെറ്റാണെന്നും സമീപന രീതികളിലെ അബദ്ധങ്ങളുണ്ടെന്നും കാണിക്കാൻ വേണ്ടി അവർ പുറപ്പെട്ടിരിക്കുകയാണ്. ആ സംഘം യേശുവിനോട് ചോദിക്കുന്നതും യേശു അവരോട് ഉത്തരം നൽകുന്നതുമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം. അവർ വന്ന് യേശുവിനോട് ചോദിക്കുന്നു, നിയമമനുസരിച്ച് ജീവിക്കുന്നതല്ലേ ധാർമ്മികം? അങ്ങനെയെന്ന് വരികിൽ എന്തുകൊണ്ട് താങ്കളുടെ ശിഷ്യന്മാർ നിയമം അനുസരിക്കുന്നില്ല? സമൂഹത്തിൽ പരമ്പരാഗതമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ചില നിയമങ്ങളാണ് കൈ കഴുകൽ ശുശ്രൂഷ. ഭക്ഷണത്തിനു മുമ്പ് കൈ കഴുകി ക്ഷാളന പ്രക്രിയയിൽ കൂടി കടന്നുപോയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ ഇടവരേണ്ടത് എന്നുള്ളത് സമൂഹത്തിന്റെ പരമ്പരാഗത നിയമമാണ്. എന്തുകൊണ്ട് താങ്കളുടെ ശിഷ്യന്മാർ അതനുസരിക്കുന്നില്ല? അങ്ങനെ വരുമ്പോൾ അത് ധാർമ്മികമാണോ? യേശു അവരുടെ ചോദ്യം സശ്രദ്ധം ശ്രദ്ധിച്ചതിനു ശേഷം ഒരു മറുചോദ്യം അവരോട് ചോദിക്കുകയാണ്. നിയമം അനുസരിക്കുന്നത് ആണ് ധാർമ്മികത്തിന്റെ അടിസ്ഥാനം എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ദൈവിക നിയമമാണോ കേവലം മാനുഷിക നിയമങ്ങളാണോ കൂടുതൽ മനുഷ്യൻ അനുസരിക്കാൻ ബാധ്യസ്ഥൻ? സനാതന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവിക നിയമങ്ങൾ ലംഘിക്കുകയും അവസരപരമായ രീതിയിൽ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ നിർമ്മിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതുമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കാൻ നിങ്ങൾ നിഷ്ഠ വയ്ക്കുകയും ചെയ്യുന്നു.
ഇതെന്തുകൊണ്ട്? ദൈവത്തിന്റെ സനാതന നിയമമാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത്. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു അത് പ്രാധാന്യം ഉള്ള നിയമമല്ല, അതിൽ നിന്ന് ബാലിശമായ ചില കാരണം പറഞ്ഞുകൊണ്ട് ഒഴിവൊഴിവ് നേടാമെന്ന് നിങ്ങൾ പാവപ്പെട്ട ജനങ്ങളെ പഠിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടേതായിട്ടുള്ള നിയമവ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ നിയമങ്ങള് അനുസ്യൂതം പാലിക്കണമെന്നും നിങ്ങൾ പഠിപ്പിക്കുന്നു. ഏതാണ് ശ്രേഷ്ഠകരം? തീർച്ചയായിട്ടും യഥാർത്ഥത്തിലെ ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദൈവിക നിയമങ്ങളാണ് പാലിക്കേണ്ടത് മനുഷ്യന്റെ നിയമങ്ങൾ പാലിക്കുന്നതിനേക്കാൾ എന്ന് പറയുമെന്നുള്ളത് സത്യമാണ്. എന്നാൽ യേശു തുടർന്ന് പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ദൈവിക നിയമങ്ങൾ പാലിക്കുകയും ആ ദൈവിക നിയമങ്ങൾക്ക് തെറ്റല്ലാത്ത വിധത്തിൽ മാനുഷിക നിയമങ്ങളും പാലിക്കാൻ നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഉത്കൃഷ്ടകരമായിട്ടുള്ളത്. അതിനു പകരം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വ്യർത്ഥമായിട്ടുള്ള ചിന്തകള് സമൂഹത്തിൽ പരത്തുന്നതിനും പാരമ്പര്യത്തിന്റെയും പതിവിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങളുടേതായിട്ടുള്ള നിക്ഷിപ്ത താൽപര്യങ്ങൾ പുലർത്തുന്നതിനും വേണ്ടി നിയമങ്ങൾ വ്യാഖ്യാനിച്ച് അതിൽ ദൈവീകത കണ്ടെത്താൻ, അതിൽ ആത്മീയത കണ്ടെത്തണം എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നു. തുടർന്ന് യേശു പറയുന്നു, കപടഭക്തരെ. ഇങ്ങനെയാണ് യേശു അവരെ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കുന്നുവെന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും എന്നാൽ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം ആ ദൈവിക സത്യയിൽ നിന്ന് വളരെ ദൂരെ നിൽക്കുന്നു. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്. അതിശക്തമായ രീതിയിലാണ് യേശു അവരെ പ്രതിരോധിക്കുന്നത്. ഈ പ്രതിരോധത്തിന്റെ മുഴക്കമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രവിക്കാനിടവരുന്നത്. നമ്മിൽ നിന്ന് ഈ സുവിശേഷം ആവശ്യപ്പെടുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. യഥാർത്ഥത്തിൽ ആത്മീയതയും മതാത്മകതയും തമ്മിലുള്ള വ്യത്യാസങ്ങളും അവയുടെ തനിമയും നാം മനസ്സിലാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അതാണ് ജീവിതത്തിൽ ധന്യത പകരുക. ഓരോന്നിനും പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കേണ്ടിടത്തോളം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണൊരു ക്രിസ്തു ശിഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ശാക്തീകരണം എന്ന് നാം മനസ്സിലാക്കണം.